ഡോമിനാർ എന്ത് ചെയ്തു, ഡോമിനാർ വിറ്റോ, ഡോമിനാർ കേടായോ, ഡോമിനാർ അവിഞ്ഞോ, ഡോമിനാർ അടിച്ചു പോയോ, ഇങ്ങനെയൊക്കെ കുറേ പേര് കുറേ കമൻറ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ ആയെന്ന് ചോദിച്ചവരുണ്ട്. ട്രാൻസ്പാരൻസി ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ആ ക്യാമറയുടെ ബാക്കിലുള്ള ഡാഷ്ബോർഡ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ആലോചന. ഹായ് ഗൈസ്, അയച്ചോടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇലക്ട്രോണിക്സ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നൊരു ചെറിയൊരു സാധനം അൺബോക്സ് ചെയ്ത് നമ്മുടെ വണ്ടിയിൽ പിടിപ്പിക്കാൻ പോകുന്നത്. ഇന്നൊരു വണ്ടി വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ ബാംഗ്ലൂരിൽ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. കാർബൺ റേസിങ്ങിൻ്റെ വിൻഷീൽഡാണ്. അപ്പോൾ പലരും നമ്മുടെ ഡോമിനാറിനെ കുറിച്ച് കുറേ നാളായി ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ലാസ്റ്റായിട്ട് അതിൻ്റെ ബാറ്ററി മാറ്റിയിട്ട് സർവീസ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ ആരും കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പം അതിനുശേഷം ഞാൻ അപ്ഡേറ്റ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുപോയി സർവീസ് ചെയ്യാൻ കൊടുത്ത് ഓയിൽ ലീക്കൊക്കെ മാറ്റിയിട്ടുണ്ട്, ഒരു പ്രശ്നമല്ല. അപ്പം ഇതിന് മുമ്പത്തെ പല വീഡിയോകളിലും പറഞ്ഞിരുന്നു നമ്മുടെ വൈസർ ഭയങ്കര ബോറാണ്, ഭയങ്കര ഡാർക്കാണ്, അപ്പം കാണാനായിട്ടൊരു സുഖമില്ല എന്ന് പറഞ്ഞ് പലരും കമൻറ്റ് ചെയ്തിരുന്നു. അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാർബൺ റേസിങ്ങിൻ്റെ പ്രീമിയം വിൻഷീൽഡ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നോക്കാം. നമുക്കിതൊന്ന് നമ്മുടെ വണ്ടിയിൽ ഡോമിനാറിലൊന്ന് ഫിറ്റും കൂടെ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊരു ഇലക്ട്രോണിക്സ് ചാനൽ മാത്രമല്ല, നമ്മൾ എന്ത് സാധനങ്ങളും അഴിച്ചു പണിയും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഉണ്ട്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതേമാതിരി യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഫേസ്ബുക്കിൽ നമ്മുടെ അഡ്രസ്സ് മാത്രം azhichupani.official എന്നാണ്, അതൊന്ന് നോക്കിയേക്കണേ. അഴിച്ചുപണി എന്ന് പറഞ്ഞ് വേറെ പേജ് ഉണ്ട്. അപ്പം ശരി, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം ബൈക്കിൽ. നമ്മുടെ വിൻഷീൽഡ് അത്യാവശ്യം വലിയ പെട്ടിയിൽ തന്നെ വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാൻ മറന്നുപോയി. ഇത് 2099 രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചത് കേട്ടോ. ഇത് പിടിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ മടി കൊണ്ടും പിന്നെ വേറൊരു കേസ് ഈ ലോക്ക്ഡൗണും എല്ലാം കൊണ്ടും നമ്മൾ യാത്ര പോകുന്നില്ല, നമ്മുടെ ഡോമിനാർ അങ്ങനെ എടുക്കുന്നുമില്ല. പിന്നെ നമ്മൾ വെറുതെ പിടിപ്പിക്കണം എന്തിനാണെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ കൂടെ 2 ക്ലാമ്പും വന്നിട്ടുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ആദ്യം മേടിച്ചപ്പോഴത്തേക്ക് 750 രൂപ കൊടുത്ത് ഞാൻ 2ാമത് ക്ലാമ്പ് ഉണ്ടാക്കേണ്ടി വന്നു. നമ്മുടെ വൈസർ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബബിൾ റാപ്പ് ഉണ്ട്, അതേമാതിരി സ്ക്രാച്ച് പ്രൂഫൊക്കെ ആയിട്ട് പാക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കവർ പൊളിച്ച് കീറുന്ന സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. ഇതൊരു 1.5 പാക്കിങ് ആയി പോയിട്ടാ. എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈസറിന് സ്ക്രാച്ച് വീഴാണ്ടിരിക്കാനാണല്ലോ. കാരണം നമ്മളിപ്പോൾ ഊരി എടുത്തിട്ടുണ്ട്, അടിപൊളി. ഇതിൽ ഫസ്റ്റ് തന്നെ ക്ലിയറായിട്ടും പ്രോമിനൻ്റായിട്ട് നിൽക്കുന്നത് പ്രൗഡ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളതുകൊണ്ട് കാർബൺ റേസിങ്ങിൻ്റെ പേരും ഇതിലുണ്ട്, എംബ്ലവും ഇതിൽ എച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് വിൻഷീൽഡ് മാറ്റാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു ഒബ്സ്റ്റക്കിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഫ്രണ്ട് തൊട്ടടുത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണില്ല. ചാത്തൻ ക്യാമറ മൗണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കാർബൺ റേസിങ്ങിൻ്റെ ലോഗോ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്കിത് ട്രാൻസ്പാരൻ്റ് ആണോ ബ്ലാക്ക് ആണോ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ പുല്ലിൻ്റെ പൊക്കത്ത് വെച്ചിരുന്ന് കാണുമ്പോഴത്തേക്കും ട്രാൻസ്പാരൻസി ഒരു ഇച്ചിരി കൂടിപ്പോയെന്ന് സംശയമുണ്ട്. ഇനി അടുത്ത ടാസ്ക് വരാൻ പോണത് ഇതെങ്ങനെ കഴുകി വൃത്തിയാക്കും, ഇതിൻ്റെ അടിയിൽ എങ്ങനെ കഴുകുന്നുള്ളതാണ്. അപ്പോൾ ഇതും കാർബൺ റേസിങ്ങിൻ്റെ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ഒരു 1.5 കൊല്ലം മുമ്പ് എങ്ങാണ്ട് ഞാൻ പോയിട്ട് പിടിപ്പിച്ചതാണിത്. ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് തന്നെ പിടിപ്പിച്ചതാണ്. അന്ന് ബ്ലാക്ക് നല്ല രസമായിട്ട് തോന്നി. പക്ഷേ പിന്നെയാണ് ഇത് ഇത്രയും ഭയങ്കര ഡാർക്കായിട്ട് വന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ എന്താണെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിപ്പോൾ ഈ കയ്യിലിരിക്കുന്ന നെറ്റ് ബ്ലാക്ക് കളറാണ്, അത് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സിൽവർ കളറാണ്. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം, ഈ ബ്ലാക്ക് നെറ്റ് തന്നെ വെച്ച് കാര്യം അങ്ങോട്ട് ഫിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്കേ ഇതിൻ്റെ കൂടെ ഒരു ക്ലാമ്പും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതേമാതിരി കുറച്ച് സ്ക്രൂസും എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്.
അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി ഈ സാധനം ഉള്ളതുകൊണ്ട് നമുക്കിത് ആവശ്യം വരില്ലെന്ന് തോന്നണം. നമുക്ക് ജസ്റ്റ് നമ്മുടെ വൈസർ മാത്രം മതി ഗൈസ്. അപ്പോൾ ഈ ക്യാമറയുടെ ഇത് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് അത്രയ്ക്ക് ക്വാളിറ്റി ഒന്നുമില്ല. ഇനിയിപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് മര്യാദയ്ക്ക് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. തൽക്കാലത്തേക്ക് ഈ ക്ലാമ്പ് തന്നെ വെച്ച് സെറ്റ് ചെയ്യാം. ഈ വയറ് മാത്രം ഒരു ഇച്ചിരി പണിയാണ്. വയർ ഇട്ടേക്കണ കറക്റ്റായില്ല. വയർ ഇതിൻ്റെ ഇടയിൽ കൂടെ ആയിപ്പോയി. പുതിയ കണ്ണട വെച്ച നമ്മുടെ ഡോമിക്കിട്ടൻ എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? എന്ന് കമൻറ്റ് ചെയ്യട്ടെ എന്ത് തോന്നണം എന്നുള്ളത്. ട്രാൻസ്പാരൻസി ഇടിച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ആ ക്യാമറയുടെ ബാക്കിലുള്ള ഡാഷ്ബോർഡ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ആലോചന. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് വേണം ചെക്കനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങാനായിട്ട്. എന്താണെന്നുണ്ടെങ്കിലും അതുവരെ കാത്തിരിക്കാം. കുറേ പേര് നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ ആയെന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരികയാണ്. 11,200 കിലോമീറ്റർ, കറക്റ്റ് 11,200 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ എങ്ങനെയുണ്ട്? ഈ വൈസറാണ് ഇഷ്ടപ്പെട്ടത് അതോ ബ്ലാക്ക് കളർ വൈസറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്? ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് ഇടുക കേട്ടോ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇത് കുറേ നാളായി മടി പിടിച്ചിട്ട് അൺബോക്സ് ചെയ്യാണ്ട് പോലും മേടിച്ചിട്ട് കുറേ നാളായി. അതായത് ഞാനും ഇതും കൂടെ ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടായിരുന്നു 2021 ആഘോഷിക്കാനായിട്ട്, ന്യൂ ഇയർ ആഘോഷിക്കാൻ. അന്നേരം മേടിച്ച സാധനം മടി പിടിച്ച് അത് പിടിപ്പിക്കാണ്ട് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്തായാലും ലോക്ക്ഡൗൺ ആണ്. ഇതിനൊക്കെ അവസരം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് എടുത്തതാണ്. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ അധികം പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡോമിനാർ എന്ത് ചെയ്തു, ഡോമിനാർ വിറ്റോ, ഡോമിനാർ കേടായോ, ഡോമിനാർ അവിഞ്ഞോ, ഡോമിനാർ അടിച്ചു പോയോ, ഇങ്ങനെയൊക്കെ കുറേ പേര് കുറേ കമൻറ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തിടുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് അത് ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇനി യൂട്യൂബിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.